ആനയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ്. ആനയെപ്പറ്റി നിങ്ങൾ പല ഉദാഹരണങ്ങളും കേട്ടിരിക്കും. ആന കാട്ടിലെ ജീവിയാണ്. കാട്ടാറുകളിൽ നിന്ന് വെള്ളം കുടിച്ച് കാട്ടുകനികൾ ഭക്ഷിച്ച് ചിഹ്നം വിളിച്ച് ഒച്ച വെച്ച് കാടിനെ വിറകൊള്ളിച്ച ഉഗ്രസ്വരൂപിയായ ജന്തു. വലിയ വലിയ വൃക്ഷങ്ങൾ പിടിച്ചുലച്ചും കുറ്റിപ്പൊന്തകളിൽ അടിച്ചു രസിച്ചും കാട്ടിന്റെ ഉൾത്തടങ്ങളിൽ ഭീകരസ്വരൂപിയായ ആന. ഈ ആനകളിലെ കുഞ്ഞാനകളെ നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ പോയി കെണിവെച്ച് പിടിച്ചുകൊണ്ടുവന്നു. ഈ കുഞ്ഞാനകളെ കൊണ്ടുവന്നിട്ട് പാപ്പാന്മാർ നടത്തുന്ന നഴ്സറികളിൽ ചേർത്തു. പാപ്പാന്മാർ അവർക്കൊരു പ്രത്യേക സിലബസ് തയ്യാറാക്കിയിട്ടുണ്ട്. കുഞ്ഞാനകളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരമായ HRD മോഡലുള്ള ട്രെയിനിങ്ങുകളാണ് കുഞ്ഞാനകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞാനകൾക്ക് നൽകുന്ന ഈ എല്ലാ ട്രെയിനിങ്ങുകളുടെയും ഉദ്ദേശം ഇത് ആനയാണ് എന്ന യാഥാർത്ഥ്യം മറക്കണം. കാട്ടിൽ ഇത് പണ്ട് ചിഹ്നം വിളിച്ചൊച്ച വെച്ച കാലം, പൊടിപടലങ്ങൾ പടർത്തിയ കാലം, വലിയ വടവൃക്ഷങ്ങളെ കടപുഴക്കി എറിഞ്ഞ കാലം, വലിയ വൃക്ഷത്തിന്റെ ശാഖകളെ നിഷ്പ്രയാസം പിടിച്ച് ഒടിച്ച് ചീന്തി മുറിച്ചെടുത്ത കാലം, ഇതൊക്കെ ഈ ആന മറക്കണം. പാപ്പാൻ കൽപ്പിക്കുന്നിടത്ത് നിൽക്കുന്ന പാപ്പാൻ തിലിബലിവൻ തിരിയട എന്ന് പറയുമ്പോൾ തിരിയുന്ന പാപ്പാന്മാർ, വലിയട എന്ന് പറയുമ്പോൾ വലിക്കുന്ന പാപ്പാന് വേണ്ടി അനന്തമായി കാത്തുനിന്നുകൊണ്ടിരിക്കുന്ന 4 കാലിൽ നിൽക്കുന്ന വലിയ മാംസപിണ്ഡമായിട്ട് ഈ ആന മാറണം. 4 കാലിൽ നിൽക്കുന്ന വലിയ മാംസപിണ്ഡമായിട്ട് ഈ ആന മാറണം. അതാണ് സിലബസ്, കരിക്കുലം തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. എന്നിട്ട് ആ ട്രെയിനിങ് ആണ് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. താപ്പാനകൾ യഥോചിതം അതിനെ സഹായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ഈ നഴ്സറികളിൽ നിന്ന് ആയിരക്കണക്കിന് കുഞ്ഞാനകൾ പുറത്തു വന്നു കോഴ്സ് പൂർത്തിയാക്കിയിട്ട്. എന്നിട്ട് പിന്നെ കാട്ടിലെ ആനയല്ല ഈ നാട്ടിലെ ആനകൾ കാത്തുകൊണ്ടേ നിന്നു. എന്നൊരിക്കലും കണ്ണു തുറക്കാൻ സാധ്യതയില്ലാത്ത ഈ ദൈവം കണ്ണു തുറക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ശ്രീകോവിലിന് മുമ്പിൽ ഈ ആന കാത്തുനിന്നു. പാപ്പാൻ എവിടെയോ കുടിച്ച് ലക്കുകെട്ട് കിടക്കുന്ന പാപ്പാൻ ബോധം തെളിഞ്ഞ് എഴുന്നേറ്റ് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ആന പാപ്പാന്റെ വരവും കാത്ത് അങ്ങനെ നിന്നു. എല്ലാ ഉത്സവങ്ങളിലും ആന നിന്നു. ഇരുമ്പിന്റെ വലിയ നെറ്റിപ്പട്ടം നെറ്റിയിൽ കെട്ടി അങ്ങനെ ഒരു വലിയ പലക വെച്ച് കെട്ടിയാൽ ഈ ജീവിക്കുണ്ടാകുന്ന പ്രയാസമെന്തെന്ന് ചിന്തിക്കാത്ത ആ പാപ്പാന്റെ ആ ക്രൂരതയെ സഹിച്ച് ആന അങ്ങനെ പ്രതികരണശേഷിയില്ലാതെ നിന്നു. കാലുകളിൽ തമ്മിൽ കെട്ടിയ ചങ്ങലയുടെ 1.5 മീറ്ററോളം ബാക്കിയുള്ളതൊക്കെ ആനയുടെ പുറത്തുകൂടി 2 ചിറ്റാക്കി കിട്ടാൽ ആനക്കുണ്ടാകുന്ന വിഷമമെന്തു എന്ന് മനസ്സിലാക്കാത്ത ആ വൃത്തികെട്ട മനുഷ്യന്റെ ചെയ്തിയുടെ മുമ്പിൽ നിഷ്ക്രിയനായിട്ട് അങ്ങനെ ഈ ആന നിന്നു. ആയിരക്കണക്കിന് ആനകൾ അങ്ങനെ കാത്തുകൊണ്ടേ നിൽപ്പാൻ. ഇങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിൽ ഒരാനക്ക് താൻ ആനയാണെന്ന് ബോധ്യം വന്നു. പണ്ട് ഞാൻ ആ കാട്ടിലുണ്ടായിരുന്ന കാലം, പണ്ട് ഞാൻ കാട്ടിൽ ഓടിയ കാലം, ചിഹ്നം വിളിച്ചൊച്ച വെച്ച കാലം, വലിയ വൃക്ഷങ്ങളുടെ ശാഖകൾ നിഷ്പ്രയാസം പൊട്ടിച്ച കാലം, വലിയ വൃക്ഷങ്ങൾ കടപുഴക്കി പിഴുതെറിഞ്ഞ കാലം എല്ലാം ഈ ആനക്ക് ഓർമ്മ വന്നു. ആനയുടെ ചെവി അതൊന്ന് വേഗത്തിലാട്ടി, ആനയുടെ വാലതൊന്ന് ശരിക്ക് വീശി, ആന കാലൊന്ന് നേരെ വലിച്ചപ്പോ ചങ്ങല പൊട്ടി, ആന ഇതിന്റെ മേലെ ചാരി വെച്ച തോട്ടി തട്ടിമാറ്റി, പെട്ടിക്കടകളെ തട്ടിമറിച്ചും ഓട്ടോറിക്ഷകൾ നിഷ്പ്രയാസം എടുത്ത് തീപ്പെട്ടി എറിയുന്നത് പോലെ എടുത്തങ്ങോണ്ടിട്ടും ആനയുടെ വഴിയെ നാട്ടിലൊന്നങ്ങോടി കാട്ടിലേതുപോലെ. ആളുകൾ കൂക്കി വിളിച്ചു ഭ്രാന്തനാന എന്ന്. ആനക്ക് താൻ ആനയാണെന്ന് ബോധ്യം വരുമ്പോ അത് ഭ്രാന്തനാനയാണെന്നും ഭ്രാന്തനാനയുടെ ഫലം പിന്നീട് മരണമാണെന്നും ആളുകൾ വളരെ നിഷ്പ്രയാസം വിധിച്ചു. ഭ്രാന്തനാനയെ വെടിവെക്കാൻ മയക്കുവെടിക്കാർ വിദഗ്ധരായിട്ട് വന്നു. ഈ മയക്കുവെടിയുമായിട്ട് മതപണ്ഡിതന്മാർ, പുരോഹിതന്മാർ നടക്കുമ്പോൾ, ഇത്തരം മയക്കുവെടികളുമായിട്ട് രാഷ്ട്രീയത്തിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് ആളുകൾ നിൽക്കുമ്പോൾ, ഈ മയക്കുവെടികളുടെ ചതിക്കുഴികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആനക്ക് താൻ ആനയാണെന്ന് ബോധ്യം വരികയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് ആ ആനയുടെ നിയോഗമെന്ന്, അതാണ് ആ ജന്തുവിന്റെ ഭൂമിയിലുള്ള നിലനിൽപ്പിന്റെ തന്നെ സാക്ഷ്യമെന്ന്, ന്യായമെന്ന് ലോകം വിധിയെഴുതി. നമുക്ക് പലതും തന്ന് മയക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ, പല കോഴ്സുകളിലൂടെയും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോ, പല വിദ്യാഭ്യാസവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോ, ഈ താപ്പാന സാമ്രാജ്യത്വത്തിന്റെ ദല്ലാൽ പണി ചെയ്യുന്ന ഈ താപ്പാനകളും ഒരുക്കിയിട്ടുള്ള ഈ കെണികളിൽ തിരിയട വലിയട എന്ന് പറയുമ്പോൾ തിരിയാനും വലിക്കാനും സന്നദ്ധമാകാതെ നമ്മളുടെ 2 കാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച ആ ദൗത്യം, ഭൂമിയിലെ ഖിലാഫത്ത് ഏറ്റെടുത്തുകൊണ്ട് നിലകൊള്ളുന്നുവെങ്കിൽ നിങ്ങൾ സമാധാനപ്രേമിയാണെന്ന് ലോകം ഇന്ന് രേഖപ്പെടുത്താത്ത സ്ഥിതി വന്നു.
നിങ്ങൾ ആരെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഭീകരനായിരിക്കുമെന്ന് അവർ തീരുമാനിച്ചു വെച്ചു. ഭീകരതയുടെ സിദ്ധാന്തങ്ങൾ അവരുടെ കൈവശമുണ്ട്. മതരാഷ്ട്രവാദത്തിന്റെ ആരോപണത്തിന്റെ മുദ്രകുത്തി മതപരമായ ഒരു പരിവേഷവും കൂടി ഈ വേട്ടക്കൊരുക്കി കൊടുക്കുവാൻ ദല്ലാളന്മാരായ ഏജന്റുമാരെ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വേണ്ട സദത്താശകൾ അവരും ചെയ്യും. ഈ കൂട്ടമായ ഈ വേട്ടയിൽ നിങ്ങൾ ഏതു പക്ഷത്ത് നിലകൊള്ളുന്നു എന്നത് പ്രധാനമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത് വളരെ വ്യക്തമാണ്. നമ്മൾ കാര്യങ്ങളെ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കുന്നുണ്ട്. അടിയൊഴുക്കുകളെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആനകൾ അങ്ങനെ പ്രതികരണശേഷിയില്ലാതെ കാത്തു നിന്നുകൊണ്ടിരിക്കുമ്പോ, അവരുടെ ലോഗിൻ ഡീറ്റെയിൽസുകൾ ആരെടുത്താലും ഒരു പ്രശ്നവും ആർക്കുമില്ലാതിരിക്കുമ്പോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വ്യക്തി സ്വാതന്ത്ര്യം, നമ്മളുടെ മതസ്വാതന്ത്ര്യം, നമ്മുടെ വിശ്വാസ സ്വാതന്ത്ര്യം, നമ്മുടെ സാംസ്കാരികമായ അടിത്തറകളിൽ നിന്നുകൊണ്ടുള്ള ആവിഷ്കാരം, ഇതിലൊരു വിട്ടുവീഴ്ചയും പറ്റില്ലെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം അള്ളാഹു അംഗീകരിക്കുന്ന നിമിഷം, ആ ഇച്ഛാശക്തിക്ക് അള്ളാഹുവിന്റെ അംഗീകാരം ലഭിക്കുന്ന നിമിഷം അത്ഭുതം സംഭവിക്കും. മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് മേൽ അള്ളാഹുവിന്റെ ഒരു മുദ്ര പതിയുമ്പോഴാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറയും. അതുകൊണ്ട് ഇനിയും ആകാശം ഭൂമിയെ ചുംബിക്കും, ഇനിയും അത്ഭുതങ്ങൾ ഉണ്ടാകും, ഇനിയും മരുഭൂമികൾ പൂക്കും, ഇനിയും വിപ്ലവങ്ങൾ നിങ്ങൾ കാണും. വഅദല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. ഈ ഭീകരമായ അന്തരീക്ഷത്തിന് ശേഷം ശാന്തഗംഭീരമായ ഒരു നല്ല നാളെ വരും. ഈ ഭീകരമായ എല്ലാ അരക്ഷിതാവസ്ഥക്കും ശേഷം ശാന്തഗംഭീരമായ ഒരു നല്ല നാളെ വരും. ആ നല്ല നാളെയിൽ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. അന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ താൽപര്യമനുസരിച്ച് ലോകത്തിന്റെ ഗതി നിർണയിക്കപ്പെടും. ഭൗതികവാദികളും അവർക്ക് ദല്ലാൽ പണിയെടുത്തിരുന്ന പുരോഹിതന്മാരും ചവറ്റുകൊട്ടയിലേക്ക് ജനം തള്ളിക്കൊണ്ട് തുനീഷ്യയിലും തുർക്കിയിലും ഈജിപ്തിലും കണ്ടതുപോലെ ആ ചരിത്രം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ രാജ്യത്തിലും ആവർത്തിക്കും. ആ വിപ്ലവത്തിൽ നിങ്ങൾ നമ്മോട് ഈ സംഘത്തോടൊപ്പം ചേരുന്നുവെങ്കിൽ, നിങ്ങളുടെ കൂടി കഴിവുണ്ടാകുമ്പോൾ, നിങ്ങളുടെ കൂടി പരിചയമുണ്ടാകുമ്പോൾ, നിങ്ങളുടെ കൂടി സ്വാധീനമുണ്ടാകുമ്പോൾ, നിങ്ങളുടെ കൂടി സമ്മർദ്ദവും ശക്തിയും ഉണ്ടാകുമ്പോൾ, ഇത് ഒരൽപ്പം ഒരു പക്ഷേ നേരത്തെയായെന്ന് വരും. അള്ളാഹു നമുക്ക് അനുവദിച്ച കുറഞ്ഞ കാലത്തിന്റെ ഉള്ളിൽ ഈ അത്ഭുതം കണ്ട് കണ്ണടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ശബ്ദത്തെ ശക്തിപ്പെടുത്തണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട്, നിങ്ങൾ ഈ പുറം കാഴ്ചകളിൽ നിന്ന് അഭിരമിക്കാതെ ഇതിന്റെ അടിത്തട്ടുകളെ നിരൂപിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇസ്ലാമിനെ സേവനം ചെയ്യുന്നവരാര്, ഇസ്ലാമിനെ സമൂഹ മധ്യത്തിൽ വഷളാക്കുന്നവരാര് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടാകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പറയലും ഈ കേൾക്കലും ഈ കൂടലും ഈ കാണലും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.